മുയലിനൊപ്പം ഓടുകയും വേട്ടപ്പട്ടിക്കൊപ്പം വേട്ടയാടുകയും ചെയ്യുക എന്ന അസാധാരണമായ ഒരു കായിക വിനോദം അനിതര സാധാരണമായി മെയ്വഴക്കത്തോടെ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കാഴ്ചവെച്ചതിനെ തുടർന്ന് കണ്ണൂർ ആയിരുന്ന നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണക്കേസിൽ പ്രതിസ്ഥാനത്തുള്ള PP ദിവ്യ ജാമ്യം നേടി ഇന്നലെ ജയിൽ മോചിതയായി. 2 വള്ളത്തിൽ കയറിയുള്ള CPMൻ്റെ ഈ യാത്രയാണ് ഈ ജയിൽ മോചനത്തിന് കാരണം എന്ന് സമൂഹവും ഒരു പരിധിവരെ കൊല്ലപ്പെട്ട നവീൻ ബാബുവിൻ്റെ കുടുംബവും കരുതുന്നതായിട്ട് ആണ് നമുക്ക് വാർത്തകളിൽ നിന്നും മനസ്സിലാകുന്നത്. ഞാനിത് പറയാനുള്ള കാരണമെന്ന് പറയുന്നത്, ശരിക്കും കീഴ്ക്കോടതി ജാമ്യം അനുവദിച്ചാൽ സ്വാഭാവികമായും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടിയിരുന്ന പ്രതികരണം, സാധാരണഗതിയിൽ നമ്മൾ കേൾക്കുന്ന പ്രതികരണം, ജാമ്യം അനുവദിച്ചതിൽ നിരാശയുണ്ടെന്നും ഇതിനെ ജാമ്യം റദ്ദ് ചെയ്യാനായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നുമാണ്. പക്ഷേ പ്രോസിക്യൂഷൻ അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ മാധ്യമങ്ങളിൽ കാണുന്നില്ല. മരണപ്പെട്ട ശ്രീ നവീൻ ബാബുവിൻ്റെ കുടുംബമാണ് ഇങ്ങനെ ഒരു ഹൈക്കോടതിയെ സമീപിക്കും എന്ന് ഉള്ളൊരു പ്രതികരണം നടത്തിയത്. എന്തായിരിക്കാം ഈ കേസിൽ പ്രോസിക്യൂഷൻ അല്പം പിന്നോട്ട് പോകുന്നതും, അതുപോലെ തന്നെ കുടുംബം, യഥാർത്ഥത്തിൽ പ്രോസിക്യൂഷനാണ് കേസ് നടത്തേണ്ടത്, പൂർണ്ണമായ കമ്മിറ്റ്മെൻറ്റോടുകൂടി പ്രോസിക്യൂഷനാണ് കേസ് നടത്തേണ്ടത്. അതിന് പകരം പ്രോസിക്യൂഷൻ ഒരല്പം പിന്നോട്ട് വരികയും കുടുംബം തന്നെ കേസിന് പോകാൻ നിർബന്ധിതമാകുകയും ചെയ്തത് എന്തുകൊണ്ടായിരിക്കാം? എനിക്ക് തോന്നുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, വേണ്ട രീതി ഇപ്പോൾ കോടതിയുടെ മുന്നിൽ ഒരു കേസ് എത്തുമ്പോൾ മുന്നിലുള്ള തെളിവുകളുടെയും പിന്നെ ഇരുഭാഗം അഭിഭാഷകരുടെ ഉയർത്തുന്ന വാദമുഖങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കോടതി കേസിൽ വിധി പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി സത്യം എവിടെയാണെന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ വേണ്ടത്ര തെളിവുകൾ കോടതിയുടെ മുന്നിൽ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതാണ് തലശ്ശേരി കോടതിയിൽ നിന്നും കീഴ്ക്കോടതിയിൽ നിന്നും ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചത് ആണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ നിരീക്ഷകരും മറ്റും അഭിപ്രായപ്പെടുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തെ തുടർന്ന് നടത്തിയ പോലീസ് അന്വേഷണം കാര്യക്ഷമമായിരുന്നില്ല എന്ന് എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുന്ന പരാതിയാണ്. ഈ 2 വിഷയങ്ങളാണ് ഈ കേസിൽ ഒരുപക്ഷെ കുടുംബത്തെ നേരിട്ട് ഹൈക്കോടതിയിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ സാഹചര്യങ്ങളൊക്കെ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ ഹരികുമാർ. നമ്മൾക്ക് നവീൻ ബാബുവിൻ്റെ മരണം ദുരൂഹ മരണത്തിന് തൊട്ട് മുൻപുള്ള സാഹചര്യങ്ങൾ തൊട്ട് ഒന്ന് പരിശോധിക്കാം. ഈ നവീൻ ബാബുവിന് യാത്രായയപ്പ് നൽകുന്ന വേളയിൽ കളക്ടർ അരുൺ കെ വിജയൻ ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്ന വേദിയിൽ പെട്ടെന്ന് തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് PP ദിവ്യ കടന്നു വരുന്നു. അവർ നവീൻ ബാബുവിനെ പരോക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് തുടങ്ങുന്നു. പിന്നീട് അത് ഭീഷണിയിലേക്ക് വഴിമാറുന്നു. പിന്നീട് അത് 2 ദിവസത്തിനുള്ളിൽ നമുക്ക് നേരിട്ട് ഒന്നുകൂടെ കാണണം എന്നുള്ള വ്യക്തമായ സൂചനകളിൽ നിന്ന് നടത്തിയിട്ട് അവരെ പ്രതിഷേധം അറിയിച്ച് അവർ ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ ഇതുവരെ നമുക്ക് മനസ്സിലാക്കാം, അതായത് അവർക്കുണ്ടായ എന്തെങ്കിലും ഇഷ്ടക്കേടായ നീരസങ്ങളാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളാകാം. പക്ഷേ കൃത്യമായിട്ട് ആരാണ് ഈ സമയം അവരെ അറിയിച്ചത്? അവരെ ക്ഷണിച്ചിരുന്നില്ല. അപ്പോൾ അവിടം തൊട്ട് പരസ്പര വിരുദ്ധമായ മൊഴികളാണ് കളക്ടർ അതുപോലെ തന്നെ മറ്റുദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ഇവരെല്ലാം കൊടുത്തത് എന്നാണ് മാധ്യമ വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് അവരെ ക്ഷണിച്ചിരുന്നില്ല എന്ന് കളക്ടർ പറയുന്നു, ദിവ്യ പറയുന്നു തന്നെ ക്ഷണിച്ചിരുന്നു എന്ന്. അതുപോലെ എനിക്ക് തോന്നുന്നു ഡെപ്യൂട്ടി കളക്ടറോ അതുപോലെ മറ്റേതോ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് അവരെ ക്ഷണിച്ചു എന്ന്. അങ്ങനെ ഒരു വൈരുദ്ധ്യം മൊഴികളിൽ അവിടെ വെച്ച് തന്നെ കാണും. പിന്നീടുള്ള സംശയം, ശരി PP ദിവ്യയ്ക്ക് നവീൻ ബാബുവിനോട് എന്തോ അതൃപ്തി ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ സാധാരണഗതിയിൽ അത് പ്രകടിപ്പിക്കുക മാത്രമായിരുന്നെങ്കിൽ അവരവിടെ വന്ന് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ തിരിച്ചു പോകേണ്ടതല്ലേ?
പക്ഷേ അതല്ലല്ലോ അവർ ചെയ്തത്. അവർ ചെയ്തത് താൻ അവിടെ എത്തുമ്പോൾ തന്നോടൊപ്പം ഒരു ലോക്കൽ ചാനലിൻ്റെ ക്യാമറമാനെ കൊണ്ടുവരുന്നു, അത് റെക്കോർഡ് ചെയ്യിക്കുന്നു. പിന്നീട് മാധ്യമ വാർത്തകൾ അനുസരിച്ച് താൻ റെക്കോർഡ് ചെയ്ത ഈ ദൃശ്യങ്ങൾ, ഈ വീഡിയോ അവർ പുറത്തുവിടുന്നു. അപ്പോൾ വളരെ വ്യക്തമായ ആലോചന അതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നല്ലേ അത് സൂചിപ്പിക്കുന്നത്? അതായത് സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നല്ലേ സൂചിപ്പിക്കുന്നത്? ഇനി പൊതുവേ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് ദിവ്യയുടെ പ്രകോപനപരമായ പ്രസംഗത്തെ തുടർന്ന് സമ്മർദ്ദത്തിലാഴ്ന്ന നവീൻ ബാബു ആത്മഹത്യ ചെയ്തു. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് പരമാവധി അവർ ചെയ്തിരിക്കുന്ന തെറ്റായിട്ട് എല്ലാവരും പറയുന്നത്. പക്ഷേ അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നവീൻ ബാബുവിനെ പോലൊരു ഉദ്യോഗസ്ഥൻ, ഇത്ര വർഷം സർവീസ് ഉള്ള ഒരാൾ, അതും തഹസീൽദാർ എന്ന നിലയിൽ ശബരിമല പ്രക്ഷോഭം നടന്ന കാലത്ത് പോലും അവിടെ കാര്യങ്ങളെ നിയന്ത്രിച്ചിരുന്ന വ്യക്തി, വലിയ സംഘർഷങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാൾ, വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന ഒരാൾ, ഒരു ജില്ലാ പഞ്ചായത്ത് മേധാവിയുടെ ചില അസഭ്യമെന്ന് അവർ പറഞ്ഞില്ല, അവർ സൂചനകളാണ് കൊടുത്തത്. അതിലൂടെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുമോ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ ദിവ്യയെ അല്ല ഇവിടെ പിന്തുണയ്ക്കുന്നത്, പക്ഷേ കേസ് കുറച്ചുകൂടെ ഗൗരവമുള്ളതാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതായത് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാനായിരുന്നുവെങ്കിൽ ഒരു നിമിഷത്തെ പ്രകോപനം കൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹത്തെ പോലെ പരിചയസമ്പന്നനും അതുപോലെ സ്വാധീനശേഷിയുള്ള ആളും നല്ല കുടുംബജീവിതം നയിക്കുന്നതുമായ ഒരു ഗൃഹനാഥൻ, സ്വന്തം ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും ഭാവി എപ്പോഴും അയാളുടെ മനസ്സിലുണ്ടാവും. അങ്ങനെയുള്ളൊരു വ്യക്തി ഒരു ചെറിയ പ്രകോപനത്തിൽ പോയി ആത്മഹത്യ ചെയ്യും എന്ന് കരുതാൻ ഒരു ന്യായവുമില്ല. അപ്പോൾ ആത്മഹത്യ അല്ല, ഇതൊരു കൊലപാതകമായിരിക്കണം എന്നല്ലേ നമ്മൾ സംശയിക്കേണ്ടത്? അതാണ് എനിക്ക് തോന്നുന്നത്. ആത്മഹത്യ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിരം ഡ്രൈവറായ ഷംസുദ്ദീനെ വിളിച്ച് ആ ജീപ്പിൽ കയറി അദ്ദേഹം കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള മുനീശ്വരൻ കോവിലിനടുത്ത് ഇറങ്ങുകയും പിന്നീട് ഷംസുദ്ദീൻ തിരികെ പോവുകയും ചെയ്തു എന്ന് പറയുന്നത് നട്ടാൽ കുരുക്കാത്ത നുണയാണ് എന്നുള്ളതിൽ സാമാന്യ ബുദ്ധിമുള്ള അരിയാഹാരം കഴിക്കുന്ന ഏത് മലയാളിയും സംശയിക്കണം. ഇതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അഥവാ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഷംസുദ്ദീനോട് വേണ്ട, അദ്ദേഹം മറ്റെന്തെങ്കിലും മാർഗത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയേനി. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ മറ്റ് ഭാരമേറിയ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. വീട്ടിലെ പ്രധാനപ്പെട്ട സാമഗ്രികളെല്ലാം തന്നെ അദ്ദേഹം മാറ്റിക്കഴിഞ്ഞിരുന്നു. വളരെ കുറച്ച് തുണിയോ മറ്റെന്തോ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് എടുക്കാനായിട്ട് ആദ്യം വീട്ടിലോട്ടല്ലല്ലോ പോയത്. മുനീശ്വരൻ കോവിൽ പോയിട്ട് വീട്ടിൽ പോകുന്നതിന് മുമ്പ് മുനീശ്വരൻ കോവിൽ പോയിട്ട് അവിടുന്ന് മറ്റൊരു വണ്ടി വിളിച്ച് സ്വന്തം ക്വാർട്ടേഴ്സിൽ ചെന്ന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിനിൽ കയറി പോകാൻ തന്നെയാണ് വന്നത്. അല്ലായിരുന്നെങ്കിൽ അദ്ദേഹം ടിക്കറ്റ് റിസർവ് ചെയ്യില്ലായിരുന്നല്ലോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഈ ഷംസുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യം സംശയിക്കേണ്ടത്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ദുരൂഹമരണം നടന്നാൽ പോലീസ് ആദ്യം ചെയ്യുന്നത് ഈ മരണപ്പെട്ട ആൾ അവസാനം കണ്ടുമുട്ടിയ വ്യക്തിയെ വളരെ വിശദമായി ചോദ്യം ചെയ്യും, നിരവധി തവണ ചോദ്യം ചെയ്യും. ഇനിയും ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ വടക്കൻ കേരളത്തിൽ കാസർഗോഡുമൊക്കെ ജോലി ചെയ്തിട്ട് ഹിന്ദുവിൻ്റെ ലേഖകനായിരുന്ന ആളാണ്. എനിക്കറിയാം, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പലപ്പോഴും ഏതെങ്കിലും വ്യക്തികളെ നിരീക്ഷിക്കുകയോ അവരെ അവരോട് ഇഷ്ടക്കേടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ ഡ്രൈവറെ സ്വാധീനിക്കുക, അവരുടെ നീക്കങ്ങൾ അറിയുക, അതുപോലെ തന്നെ എതിർ രാഷ്ട്രീയക്കാരെ അപായപ്പെടുത്തണമെന്നുണ്ടെങ്കിലും പലപ്പോഴും ഈ ഡ്രൈവർ മുഖാന്തരമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതാണ് പൊതുവേ ഉള്ളൊരു സംസാരം. ഇതിങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഷംസുദ്ദീനെ മരണപ്പെട്ട നവീൻ ബാബുവിന് എന്തു സംഭവിച്ചു എന്നുള്ളത് ഷംസുദ്ദീന് വളരെ വ്യക്തമായിട്ട് അറിയണം. കാരണം ഇദ്ദേഹത്തിൻ്റെ പരിഭ്രാന്തി ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലെ പ്രത്യേകതകൾ ഇതൊക്കെ ഷംസുദ്ദീൻ അറിയേണ്ടതാണ്. അവിടെ അദ്ദേഹത്തെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്തില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം പോലീസിന് എന്തോ നിർദ്ദേശങ്ങൾ മുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകണം. മറ്റൊരു കാര്യം, സാധാരണഗതിയിൽ പോലീസ് ഉടനെ നോക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മൊബൈലിൽ നിന്നും അവസാനമായി ഇദ്ദേഹത്തോട് സംസാരിച്ചവരാരൊക്കെയാണ്, ഇദ്ദേഹം ആരെ വിളിച്ചു, ഇദ്ദേഹത്തെ ആരൊക്കെ വിളിച്ചു. ഈ സംഭാഷണങ്ങൾ മൊബൈൽ കമ്പനിയുമായിട്ട്
ബന്ധപ്പെട്ട് ഇതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റുകൾ വാങ്ങിക്കാൻ പോലീസ് തീർച്ചയായും ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ചതായി നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നില്ല. പിന്നീട് അടുത്ത ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ, ഇദ്ദേഹം രാത്രി ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മലബാർ എക്സ്പ്രസ്സിനാണ്. അങ്ങനെ മലബാർ എക്സ്പ്രസ് അദ്ദേഹം രാത്രി എന്തോ ഒരു നിശ്ചിത സമയം വരെ അദ്ദേഹത്തിൻ്റെ മക്കളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. പിന്നീട് അവർ ഉറങ്ങി കാണണം. അതിനുശേഷം അടുത്ത ദിവസം അവർ വിളിക്കുമ്പോൾ കിട്ടിയില്ല. അപ്പോഴാണ് അവർ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ചറിയിക്കുന്നതും നമ്മൾ മുമ്പ് പറഞ്ഞ ഡ്രൈവറും മറ്റ് ആരും ചിലരുടെ ചേർന്ന് അവിടെ ചെല്ലുന്നതും. അപ്പോഴും മാധ്യമങ്ങളിൽ വന്ന വാർത്ത പ്രകാരം അയലത്തുകാർക്ക് ഈ വീട്ടിലോട്ട് കയറാൻ ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. വീടിൻ്റെ വാതിൽ തുറന്നു കിടന്നു. ഇതൊക്കെ കാണിക്കുന്നത് മറ്റാരുടെയോ സാന്നിധ്യമല്ലേ? അവിടെ എന്തോ സംഭവിച്ചു എന്ന് പലർക്കും സംശയമുണ്ടായി എന്നല്ലേ? വീടിൻ്റെ വാതിൽ തുറന്നിട്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്യുന്ന ആൾ ആരും അറിയാതാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം അദ്ദേഹം മരിക്കാനാണ് പോകുന്നത്. അദ്ദേഹം അല്ലാതെ മരിക്കാൻ ട്രെയിനിൻ്റെ മുന്നിൽ തലവെക്കാൻ പോകുന്ന ഒരു ട്രെയിൻ വരാൻ ലേറ്റായാലോ എന്ന് കരുതി പൊതിച്ചോറുമായി പോയ ചരിത്രമൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് വാതിൽ തുറന്നിട്ടിട്ട് ആരും ആത്മഹത്യ ചെയ്യില്ല. എന്തുകൊണ്ടാണ് അന്വേഷണം ആ വഴിക്കൊന്നും പോകാത്തത്? ഞാനൊരു സംശയം ചോദിച്ചതാണ്. ഇതൊക്കെ ഈ കേസിനെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ ഉയർത്തുന്നു. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മരണശേഷം, അതായത് ഇദ്ദേഹം മരിച്ചു കിടക്കുന്നത് കണ്ടെത്തിയതിന് ശേഷം പോലീസ് നടത്തിയ ഇൻക്വസ്റ്റ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ ആരെയും സാന്നിധ്യമില്ലാതെ നടത്തി. അതുപോലെ പോസ്റ്റ്മോർട്ടം. ഈ കേസിൽ ഇവിടെ നമ്മളൊരു ആരോപിതനായിരിക്കുന്ന പ്രശാന്ത്, TV പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലോ, അയാളുടെ പെട്രോൾ പമ്പിന് NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നവീൻ ബാബു വൈകിച്ചതാണ് ഈ പ്രശ്നങ്ങളൊക്കെ കാരണമെന്നൊക്കെയാണല്ലോ പറയുന്നത്. നവീൻ ബാബു അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും കൈക്കൂലി വാങ്ങിയതായിരുന്നു അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തി അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന കണ്ണൂർ മെഡിക്കൽ കോളേജിൽ അവിടെ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരുപാട് സംശയത്തിനിട വരുത്തുന്നു. ഇതൊക്കെ നമ്മൾ സംശയിക്കുന്ന പോലെ തന്നെ ആകണമെന്നൊന്നുമില്ല. ഒരുപക്ഷെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു, ഞാനല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ അന്വേഷണം നടക്കുമ്പോൾ സത്യം പ്രവർത്തിച്ചാൽ മാത്രം പോരാ, അത് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ചെയ്യണം. ഇവിടെ പല പഴുതുകളും ഈ അന്വേഷണത്തിനിടയിൽ ഉണ്ടായതായിട്ട് സംശയിക്കാനുള്ള സാഹചര്യങ്ങൾ കാണുന്നു. അതാണ് ഈ സംശയങ്ങൾക്കെല്ലാം വഴിതെളിക്കുന്നത്. പിന്നീട് അതുപോലെ തന്നെ മറ്റ് നിരവധി കാര്യങ്ങൾ ഇതിൽ നിന്ന് പുറത്തു വരുന്നത്, ഈ TV പ്രശാന്തൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ മരണപ്പെട്ട നവീൻ ബാബു കൈക്കൂലി ചോദിച്ചായിട്ട് 98,500 രൂപ, അങ്ങനെയാണെങ്കിൽ എന്ന് മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചു എന്ന് പറയുന്നു. ആ പരാതി അയച്ചത് നവീൻ ബാബുവിൻ്റെ മരണശേഷമാണെന്ന് പറയുന്നു. ഒന്നിനും ഒരു വ്യക്തതയില്ല. എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടില്ല? അതും ഒരുപാട് സംശയം ജനിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന പ്രശാന്തന് ഇതുപോലൊരു പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത ഗ്രേഡ് 2 ഇലക്ട്രിക്കൽ ഹെൽപ്പറായ പ്രശാന്തൻ, ഇദ്ദേഹത്തിന് എങ്ങനെ ഒരു പെട്രോൾ പമ്പ് അനുവദിച്ച് കിട്ടി? ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം ഈ നാട്ടിലെമ്പാടും അഭ്യൂഹങ്ങളാവട്ടെ ആരോപണങ്ങളാവട്ടെ എല്ലാം ഉണ്ട്. ഈ പെട്രോൾ പമ്പുകൾ അനുവദിക്കുന്നത് പലപ്പോഴും സുതാര്യമായ രീതിയിലല്ല എന്നുള്ളത്. 2-3 കോടി രൂപയെങ്കിലും മുതൽ മുടക്കേണ്ടത് കുറച്ച് 50,000 രൂപ കഷ്ടിച്ച് അതിൽ താഴെ ശമ്പളം കിട്ടുന്ന ഒരു ഉദ്യോഗസ്ഥന് എങ്ങനെ ഇങ്ങനൊരു പെട്രോൾ പമ്പ് അനുവദിച്ചു കിട്ടി? ഇതിൻ്റെ മുതൽ മുടക്ക അദ്ദേഹത്തിന് ആര് നൽകി? അപ്പോൾ വേറൊരു സംശയം വരുന്നത്, ഈ പെട്രോൾ പമ്പ് അനുവദിച്ച് കിട്ടിയ പ്രശാന്തൻ്റെ അളിയനായ രജീഷ്, അദ്ദേഹം വേറൊരു പെട്രോൾ പമ്പ് നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബിനാമിയാണ് ഇദ്ദേഹം എന്നൊരു ആരോപണമുണ്ട്. അത് കണ്ണൂർ DCC പ്രസിഡൻ്റാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്. CPM-ലെ ഉന്നത നേതാക്കന്മാർക്ക് ഇതിൽ പങ്കുണ്ടെന്ന ആരോപണമുണ്ട്. പക്ഷേ ഇതൊക്കെ ഉള്ളപ്പോഴും എന്തുകൊണ്ടാണ് ഈ അന്വേഷണം ഈ ആത്മഹത്യാ പ്രേരണയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത്? ഇത് ആത്മഹത്യ തന്നെയാണെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? രണ്ടാമതൊരു റീപോസ്റ്റ്മോർട്ടത്തിന് എന്തുകൊണ്ടാണ് ഒരു സാഹചര്യം ഉണ്ടാക്കാതെ പെട്ടെന്ന് തന്നെ ശവം ദഹിപ്പിച്ചത്? ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, മാധ്യമ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്, കൊല്ലപ്പെട്ട നവീൻ ബാബുവിൻ്റെ ഭാര്യ തന്നെയും കേസിൽ കൊടുക്കുമോ എന്ന് സംശയിക്കുന്നതായിട്ടാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്ന നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, ഈ നവീൻ ബാബു എന്ന് പറയുന്ന വ്യക്തി CPM-ഉമായിട്ട് വളരെ അടുപ്പമുള്ള അദ്ദേഹം പാർട്ടിയുടെ CPM-നോട് കൂറുള്ള ഗസറ്റഡ് ഓഫീസേഴ്സ്
അസോസിയേഷനാണോ ഗസറ്റഡ് ഓഫീസർമാരുടെ സംഘടനയിലെ സജീവ പ്രവർത്തകനാണ്. ശബരിമല പ്രക്ഷോഭ കാലത്ത് അവിടെ സർക്കാരിൻ്റെ ഉത്തരവുകൾ നടപ്പാക്കാൻ മുൻകൈയെടുത്തിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് മറ്റ് ഒരുപാട് പാർട്ടി ബന്ധങ്ങളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അമ്മ മുൻപൊരിക്കൽ പാർട്ടി സ്ഥാനാർത്ഥിയായി മലയാലപ്പുഴ പഞ്ചായത്തിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ബന്ധുക്കൾ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ട് ഒരാൾ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു കേൾക്കുന്നത്. എന്തിന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും CITU നേതാവുമായ മലയാലപ്പുഴ മോഹൻ എന്ന വ്യക്തി ഇതൊരു കൊലപാതകമാണെന്ന് ആരോപിച്ചിരിക്കുകയാണ്. അതായത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും പരസ്പര വിരുദ്ധമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. അവിടെ നമുക്ക് സംശയിക്കാൻ വേറെ ഒരുപാട് കാര്യങ്ങൾ വരുന്നു. അതായത് ഇന്നലെ ശ്രീമതി ദിവ്യ ജയിൽ മോചിതയായപ്പോൾ അവരെ സ്വീകരിക്കാനെത്തിയത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ്, അതുപോലെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ഗോപിനാഥ്, അതിലൊക്കെ പ്രധാനപ്പെട്ട ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കന്മാർ അവിടെ ചെന്നിരുന്നു. അക്കൂട്ടത്തിൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ശ്രീമതി ശ്യാമള ഉണ്ടായിരുന്നു. അവർ മുമ്പ് ആന്തൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണായിരുന്നു. അവരുടെ ചില നിലപാടുകൾ നിമിത്തം ഒരു വ്യവസായിയായ സാജൻ ആത്മഹത്യ ചെയ്തു എന്നൊരു പരാതി മുൻപുയർന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ PP ദിവ്യയെ അവിടെ സ്വീകരിക്കാൻ ചെന്നതിൽ തീർച്ചയായിട്ടും അവരുടെ സ്വാധീനം നമുക്ക് മനസ്സിലാക്കാം. കാരണം CPMൽ സംസ്ഥാനത്തെ ഏറ്റവും സ്വാധീനമുള്ളത് 2 വ്യക്തികൾക്കാണ്. ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ, 2 സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ. അപ്പോൾ ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ ദിവ്യയെ സ്വീകരിക്കാൻ എത്തിയെങ്കിൽ പാർട്ടിയുടെ നിലപാട് പിന്നീട് നമുക്ക് സംശയിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊരു ചോദ്യമാണ്. അതായത് ഒരേ സമയം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ ഒന്ന് തണുപ്പിക്കാനായിട്ട് ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തൊന്നും മാറ്റി, ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി ബ്രാഞ്ചിലോട്ട് മാറ്റുന്നു. പക്ഷേ അവർക്ക് ആത്യന്തികമായിട്ട് അവർക്ക് ദോഷകരമായി ഒന്നും തന്നെ ചെയ്യാൻ പാർട്ടി തയ്യാറല്ല. മാത്രമല്ല അവരെ പുകഴ്ത്തിക്കൊണ്ട് സംസ്ഥാനത്തെ മന്ത്രിയായ ബിന്ദുവൊക്കെ പ്രസ്താവന നടത്തുമ്പോൾ ഒരു കേസിലെ പ്രതിയാണെന്ന് ഓർക്കണം. അവർ പൊതുപ്രവർത്തകയായിക്കൊള്ളട്ടെ ആരായിക്കൊള്ളട്ടെ, കേസിലെ പ്രതിയാണെങ്കിൽ പിന്നെ പ്രതിയാണ്. സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ ആണെങ്കിലും സാക്ഷാൽ പ്രധാനമന്ത്രിയാണെങ്കിലും കേസിലെ പ്രതിയാണെങ്കിൽ അവരെ പ്രതിയായിട്ട് മാത്രമേ കരുതാൻ പറ്റൂ. അപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഇത്തരം സംശയങ്ങൾ കൊണ്ടാണ് കുടുംബം നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ ഇതൊരു ലജ്ജാകരമായ സ്ഥിതിവിശേഷമല്ലേ? ഇങ്ങനെ ഓരോ കൊലക്കേസുകളിലും അല്ലെങ്കിൽ ക്രിമിനൽ കേസുകളിലും പ്രോസിക്യൂഷൻ ഇത്തരം നിരുത്തരവാദപരമായ സമീപനം സ്വീകരിക്കുകയും കുടുംബം തന്നെ കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണേ. അതായത് കേരളത്തിൽ എത്ര പേർക്ക് ഹൈക്കോടതിയിൽ പോകാൻ പറ്റും? വളരെ കുറച്ച് ആൾക്കാർ. ഈ ഹൈക്കോടതിയിൽ ഒരു കേസ് നടത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിലവ് എത്രമാത്രമാണ്? ഞാൻ പറഞ്ഞു വരുന്നത് ഇത് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയല്ലേ? അതായത് നീതിന്യായ സംവിധാനത്തിൽ പോലീസിൽ പലർക്കും വിശ്വാസമില്ല എന്നുള്ളതിൻ്റെ സൂചനയല്ലേ കുടുംബം തന്നെ നേരിട്ട് ഹൈക്കോടതിയിൽ പോകുന്നത്? ഒരുപാട് വളരെ വ്യക്തമായും വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. തൽക്കാലം ഇവിടെ ഒരു ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലുമൊക്കെ അന്വേഷണം നടന്നത് എന്നാണ് പലരും പറയുന്നത്. മാത്രമല്ല കോടതിക്ക് മുമ്പിൽ ഹാജരാക്കേണ്ടിയിരുന്ന അല്ലെ കോടതിയെ അറിയിക്കേണ്ടിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രോസിക്യൂട്ടർ അറിയിച്ചില്ല എന്നും പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ വരുത്തി തീർക്കുന്നത് നവീൻ ബാബു ഒരു കൈക്കൂലിക്കാരനാണെന്ന് വരുത്തി തീർക്കുകയാണ്. പക്ഷേ ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർ ഗീത ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുകയും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട വ്യക്തി അതായത് നവീൻ ബാബുവിനെ ക്ലീൻ ചിറ്റ് കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം ഒരണ പോലും പൈസ പോലും കൈക്കൂലി വാങ്ങിക്കാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ള വളരെ വ്യക്തമായ ഒരു നിഗമനമാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ നടത്തി. എന്തുകൊണ്ടത് കോടതിയുടെ മുന്നിൽ ഹാജരാക്കിയില്ല? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജാമ്യം നിഷേധിക്കപ്പെടുമോ? സംശയമുള്ളതുകൊണ്ടാണോ? അപ്പം ഇത് പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പ്രതിഭാഗം വക്കീലും ചേർന്ന് ഒത്തുകളിക്കുമായിരുന്നു. പ്രതിഭാഗം വക്കീൽ നിരന്തരമായി CPMൻ്റെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയും പാർട്ടിയോട് വളരെ അടുപ്പമുണ്ട് എന്ന് സമൂഹത്തിൽ പൊതുവെ അറിയപ്പെടുകയും ചെയ്യുന്ന വിശ്വൻ എന്ന വ്യക്തിയാണ് പ്രതിഭാഗം വക്കീൽ. അപ്പോൾ നമുക്ക് ഈ കേസ് സംബന്ധിച്ചിട്ടുള്ള ദുരൂഹതകൾ ശരിക്കും അവസാനിക്കുന്നില്ല. ഈ ജാമ്യത്തോടുകൂടി അത് തുടങ്ങുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ
എന്ത് നിലപാടാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്? ഈ കേസ് CBIക്ക് കോടതി കൈമാറുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു വിഷയമായി നിങ്ങൾക്ക് മുന്നിൽ എത്തും വരേക്കും നമസ്കാരം.